ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ പ്രതിയായ പ്യൂൺ അബ്ദുൽ നാസറിനെ സ്കൂളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. വിപിൻ സി വിജയൻ വിവരങ്ങൾ ചേരുന്നു. വിപിൻ, അബ്ദുൽ നാസറിന് ചോദ്യപേപ്പർ കിട്ടിയത് എവിടെയാണ്? എവിടെ നിന്നാണ് ഇയാൾ ചോദ്യപേപ്പർ എടുത്ത് ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ മറ്റേ പ്രതികൾക്ക് അയച്ചു കൊടുത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പരിശോധിക്കുകയാണോ? അതെ അഷ്മി, അബ്ദുൽ നാസർ ജോലി ചെയ്തിരുന്ന മലപ്പുറം മേൽമുറിയിലെ അൺഎയ്ഡഡ് സ്കൂളായിട്ടുള്ള മാദിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. പ്രിൻസിപ്പളുടെ ഓഫീസിൽ കയറി ഇപ്പോൾ ഈ പ്രതിയും ആയി അന്വേഷണ ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ്, പ്രിൻസിപ്പളുമായി സംസാരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അല്പസമയം മുൻപാണ് സ്കൂളിൽ എത്തിച്ച് ഈ തെളിവെടുപ്പിന്റെ നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന, ഈ തെളിവെടുപ്പ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡിയിലാണ് കോടതി ക്രൈംബ്രാഞ്ചിനെയും 3 പ്രതികളെയും വിട്ടിരിക്കുന്നത്. അപ്പോൾ നാളെയാണ് ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. അതിന് തൊട്ട് മുൻപാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. പ്രധാനമായും പ്ലസ് വണ്ണിലെ സയൻസ് വിഷയങ്ങളുടെ ചോദ്യപേപ്പർ ഈ അബ്ദുൽ നാസർ ചോർത്തി എന്നുള്ളതാണ് നിലവിൽ കേസുള്ളത്. അത് ഈ സ്കൂളിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഈ MS സൊല്യൂഷന്റെ ആളുകൾക്ക് അയച്ചു കൊടുത്തു, അതിലൊരു അധ്യാപകനായിട്ടുള്ള ഫഹദിന് അയച്ചു കൊടുത്തു എന്നുള്ളതാണ് നിലവിൽ കേസുള്ളത്. അപ്പോൾ കൂടുതൽ ചോദ്യപേപ്പറുകൾ ചോർന്നത് എവിടെ നിന്നാണ്, ഇവിടെ നിന്ന് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ തെളിവെടുപ്പിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ +1 ക്ലാസ്സുകളിൽ ഇതിനു മുൻപും ചോദ്യപേപ്പറുകൾ ഇതുപോലെ തന്നെ ഫോട്ടോ എടുത്ത് വാട്സപ്പ് വഴി അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അബ്ദുൽ നാസർ മൊഴിയെടുക്കുന്നതിനിടെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുൻപ് +1 ക്ലാസ്സുകൾക്ക് മുൻപ് SLCയുടെ ചോദ്യപേപ്പർ എവിടെ നിന്ന് ചോർന്നു MS സൊല്യൂഷന് എന്നൊരു ചോദ്യം ബാക്കിയാണ്. അപ്പോൾ അക്കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഈ തെളിവെടുപ്പിനിടെ പോലീസിന്റെ ഒരു അന്വേഷണ പരിധിയിലാണ്. ഇപ്പോൾ കസ്റ്റഡി ഇന്നലെ തന്നെ ഈ MS സൊല്യൂഷന്റെ പ്രധാന സിഇഒയും ഒപ്പം തന്നെ കേസിലെ 1ാം പ്രതിയായിട്ടുള്ള ഷുഹൈബുമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് പോലീസ് MS സൊല്യൂഷനിലടക്കം പൂർത്തിയാക്കിയിരുന്നു. ഒപ്പം ഈ അബ്ദുൽ നാസർ 4ാം പ്രതിയാണ്. അബ്ദുൽ നാസറിനെയും ഷുഹൈബിനെയും ഒരുമിച്ചിരുത്തിയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഈ തെളിവെടുപ്പൊക്കെ നടക്കുന്നതിന് ഇടയിലും MS സൊല്യൂഷന്റെ ഭാഗത്ത് നിന്ന് SLCയിൽ ഷുവറായിട്ടും വരാനുള്ള ചോദ്യങ്ങൾ ഇവയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരസ്യം പ്രത്യക്ഷപ്പെടുകയും സോഷ്യൽ മീഡിയയിലൊക്കെ വരികയും ചെയ്തിരുന്നു. പണമടച്ച് അതിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോവുകയും MS സൊല്യൂഷനിലൂടെ അത്തരം ഷുവറായിട്ടുള്ള ചോദ്യം അറിയാൻ സാധിക്കും എന്നും ഒക്കെയുള്ള പരസ്യങ്ങൾ വന്നിരുന്നു. അതൊക്കെ ഈ തെളിവെടുപ്പിനിടെ എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇന്നലെ 24 വാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ അക്കാര്യങ്ങളിൽ കൂടി ഒരു അന്വേഷണം വ്യാപിപ്പിക്കണം എന്നുള്ള ആവശ്യം, അത്തരമുള്ള നടപടികളിലേക്ക് കൂടിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് ആദ്യം ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ മൊഴിയെടുക്കലിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ തെളിവുകൾ ഈ +1ലെ സയൻസ് വിഷയങ്ങളിലെ ചോദ്യപേപ്പർ മാത്രമാണോ സ്കൂളിൽ നിന്ന് ചോർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിനു മുൻപ് എത്രത്തോളം പേപ്പറുകൾ ചോർത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൂടിയാണ് ഈ തെളിവെടുപ്പിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രിൻസിപ്പാളുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അഷ്മി. ഓക്കെ, വിപിൻ സി വിജയനാണ് ആ വാർത്തകളുടെ വിവരങ്ങൾ നൽകിയത്. ഈ പ്യൂണാണ് ഇത് അടിച്ചു മാറ്റി കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്യൂൺ ഇത് കിട്ടിയത് എവിടെ നിന്നാണ്, അതിനാരെങ്കിലും സഹായം കിട്ടുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നിർണായകമായ ഈ കേസിൽ നിർണായകമായ തെളിവെടുപ്പാണ് സ്കൂളിൽ നടക്കുന്നത്.